മോർണിംഗ് ഡ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് ഞാൻ അറിയിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം വരെയും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പോസ്തലനായ പത്രോസ് യേശുക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വന്ന് വളരെ വ്യക്തമായൊരു ചോദ്യം ചോദിച്ചു. കർത്താവേ, ഞങ്ങൾ നിന്നെ സകലതും വിട്ട് അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും എന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിന് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ മറുപടി രണ്ട് രീതിയിലായിരുന്നു. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്, യേശുക്രിസ്തു ദൈവരാജ്യത്തിൽ ലഭിക്കുന്നതായ ആത്മീക പ്രതിഫലങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അതേപോലെ തന്നെ അതിനോട് ചേർന്ന് കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്നതായ ബന്ധങ്ങളെക്കുറിച്ചും ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്നതായ ആത്മീക ഭൗതിക അനുഗ്രഹങ്ങളെക്കുറിച്ചും യേശുക്രിസ്തു വളരെ സവിസ്തരമായി പ്രഖ്യാപിച്ചു. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ലഭിക്കുന്നതായ നമ്മുടെ റിവാർഡുകൾ, നമ്മുടെ പ്രതിഫലം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അനുഭവിക്കുന്നതായ ആത്മീയ അനുഗ്രഹങ്ങൾ, അതേപോലെ തന്നെ ഭൗതികമായ അനുഗ്രഹങ്ങൾ, അതേപോലെ തന്നെ സ്വർഗത്തിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ റിവാർഡുകൾ അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ, ഇവയാണ് കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു വാഗ്ദാനമായി നൽകുന്നത്. ഇതിൽ നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്, ഇന്ന് നമ്മൾ ആത്മീയ ദൈവരാജ്യത്തിൽ ആയിരിക്കുമ്പോൾ മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ഇതോടുകൂടെ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾ, നിങ്ങളുടെ ഭൗതിക വിഷയങ്ങളെല്ലാം നിങ്ങളോടുകൂടെ ചേർക്കപ്പെടും എന്നുള്ളതും, അതേപോലെ തന്നെ കർത്താവിന്റെ നാമനിമിത്തം നമ്മൾ സഹിക്കുന്നതായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഈ ഭൂമിയിൽ നമ്മൾ ധാരാളം പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നേരിടേണ്ടതായിട്ട് വരും. അങ്ങനെ നേരിടുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്നതായ പ്രതിഫലം എന്താണ്? നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായ ബന്ധങ്ങളെ കർത്താവ് പുനഃസ്ഥാപിച്ചുകൊണ്ട്, മാതാപിതാക്കൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമനിമിത്തം നമ്മെ ഉപേക്ഷിച്ചാൽ, സഹോദരങ്ങൾ നമ്മെ ഉപേക്ഷിച്ചാൽ, നാട്ടുകാർ നമ്മെ ഉപേക്ഷിച്ചാൽ, നമുക്ക് ലഭിക്കുന്നതായ ബന്ധങ്ങളുടെ ശ്രേഷ്ഠത വളരെ വ്യക്തമായി കർത്താവ് യേശുക്രിസ്തു വരച്ചു കാണിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം വളരെ സവിസ്തരമായി സംസാരിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കാത്തത്. നിങ്ങൾക്കാർക്കെങ്കിലും മുമ്പ് ഞാൻ നിങ്ങളോട് സംസാരിച്ചതായ വചനഭാഗങ്ങൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് വീണ്ടും അത് കേൾക്കുവാൻ ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, നമ്മളെല്ലാവരും കാത്തിരിക്കുന്നതായ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവ് സംബന്ധിച്ചും, അതേപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും മറ്റൊരു ദൈവരാജ്യ ഉപമയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവരായ ഏതൊരു വ്യക്തിയും അവർ യേശുക്രിസ്തുവിലുള്ള പ്രത്യാശയിലാണ് ജീവിക്കേണ്ടത്. നമ്മുടെ മക്കൾ ഒരു കോഴ്സ് പഠിക്കുകയാണെങ്കിൽ ആ കോഴ്സ് പൂർത്തീകരിച്ച് അവർ ഒരു ജോലി നേടും എന്നുള്ളതിനെ കുറിച്ച് പ്രത്യാശിച്ചല്ലേ അവർ പഠിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതം എന്നുള്ളത് കർത്താവ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ ലക്ഷ്യമാക്കിയുള്ള ജീവിതമായിരിക്കണം. എന്തെങ്കിലും ഈ ഭൂമിയിൽ അനുഭവിക്കുവാൻ വേണ്ടിയുള്ള ലക്ഷ്യമാക്കിയുള്ള ജീവിതമല്ല, മറിച്ച് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ആണ്. എന്തുകൊണ്ടെന്നാൽ കർത്താവ് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോടാകട്ടെ, അവിടെ കൂടി വന്നിരിക്കുന്ന പുരുഷാരത്തോടാകട്ടെ, അതുവഴി നമ്മളോട് എല്ലാവരോടും കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നതായ ഒരു മഹത്തായ വാഗ്ദത്തമാണ് താൻ രണ്ടാമത് വരും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ വരവോടുകൂടെ ഈ ഭൂമിയുടെ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം മാറുമെന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നിന്നുമാണ് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ 24-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു അന്ത്യനാളുകളെക്കുറിച്ച് അല്ലെങ്കിൽ തന്റെ വരവിനോട് അനുബന്ധിച്ചുള്ള സംഭവങ്ങളെക്കുറിച്ച് യേശു രേഖപ്പെടുത്തുമ്പോൾ ഇന്ന് ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ തന്നെയാണ് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശു പ്രവചനികമായി സംസാരിച്ചത്. ഈ 24-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ആ പ്രവചനം അതേപോലെ നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. യേശുക്രിസ്തുവിന്റെ കാലത്തെ ഈ ശിഷ്യന്മാരാകുന്ന യഹൂദന്മാരും മറ്റുള്ളവരും എപ്പോഴും ചോദിച്ചതൊരു ചോദ്യമുണ്ട്, കർത്താവേ, നീ ഏത് കാലത്തിലാണ് ഞങ്ങളുടെ രാജ്യത്തെ യഥാസ്ഥാനപ്പെടുത്തുന്നത്? അവർ വാസ്തവത്തിൽ ചോദിക്കുന്ന ചോദ്യം ഇസ്രയേലിനെ കുറിച്ചായിരുന്നെങ്കിലും കർത്താവ് യേശുക്രിസ്തു തിരിച്ച് അവരോട് സംസാരിക്കുമ്പോൾ യേശുക്രിസ്തു ഇസ്രയേലിന്റെ പുനഃസ്ഥാപനത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ദൈവരാജ്യത്തിന്റെ സ്ഥാപനത്തെക്കുറിച്ചാണ് യേശുക്രിസ്തു പറയുന്നത്. അങ്ങനെ ആ ദൈവരാജ്യത്തിന്റെ സ്ഥാപനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത്. പക്ഷേ
നമ്മൾ എന്ത് ചെയ്യണമെന്ന് യേശുക്രിസ്തു വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട്. തൻ്റെ വരവ് എന്നുള്ള വിഷയത്തിൽ നമുക്കറിയാം, ആളുകൾ എപ്പോഴും അതിനെക്കുറിച്ച് കൺസേൺഡ് ആണ്. യേശുക്രിസ്തു വരുമോ ഇല്ലയോ, യേശുക്രിസ്തു വന്നോ, അതോ വരുന്ന ഒരു ഏതെങ്കിലും ഡേറ്റ് ഉണ്ടോ? വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി കർത്താവ് യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്. തൻ്റെ വരവിനെ കുറിച്ച് യേശുക്രിസ്തു ഇത് സംബന്ധിച്ച് വ്യക്തമായി പറഞ്ഞതായ ഒരു വാക്യം പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യമാണ്. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിനെ ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്ക് ഉള്ളതല്ല. പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത് പിതാവായ ദൈവം തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാര്യമാകൊണ്ട് യേശുക്രിസ്തു ആളുകളോടെല്ലാം സംസാരിച്ചപ്പോൾ പറഞ്ഞത്, മനുഷ്യപുത്രന്റെ വരവ് കള്ളനെ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ഏത് യാമത്തിൽ വരുന്നുവെന്ന് അറിയാതിരിക്കുന്നത് പോലെ തന്നെ കള്ളനെ പോലെ, അതായത് ആരും നനച്ചിരിക്കാത്ത സമയത്ത് യേശുക്രിസ്തുവിന്റെ വരവ് സംഭവിക്കും എന്നുള്ള സൂചന കർത്താവ് യേശുക്രിസ്തു നൽകുകയാണ്. മറ്റൊരു ഭാഗത്ത് യേശുക്രിസ്തുവിന്റെ വരവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ ഭൂമിയിൽ നടക്കുന്നതായ ഒരു പ്രവൃത്തിയെക്കുറിച്ചും പറയുന്നുണ്ട്. അതായത് സുവിശേഷം ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും എന്നുള്ളത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം നമ്മളോട് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതായ വചനഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന മറ്റൊരു ദൈവരാജ്യ ഉപമ എന്ന് പറയുന്നത്, മത്തായി സുവിശേഷം 25-ാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ചിന്തയാണ്. ആ വേദഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്നു. കൂടുതൽ വിശദീകരണങ്ങൾ ഇന്ന് ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഈ 25-ാം അധ്യായത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം. ഈ വേദഭാഗങ്ങൾ ഞാൻ കൂടുതൽ വിശദമായിട്ട് അടുത്ത ദിവസം നിങ്ങളോട് സംസാരിക്കുന്നതാണ്. പക്ഷെ വളരെ വ്യക്തമായി ഇവിടെ പറയുന്നു, സ്വർഗരാജ്യം എന്തിനോട് സദൃശ്യപ്പെടുന്നു. ഇവിടെ മണവാളനെ എതിരേൽപ്പാൻ എന്ന് കാണുന്നിടത്ത് നമുക്ക് വലിയൊരു ആത്മീക ആശയം പഠിക്കാൻ കഴിയുന്നുണ്ട്. സ്വർഗരാജ്യം അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കാത്തിരിക്കുന്നതായൊരു സ്വഭാവമാണ്. എന്താണ് കാത്തിരിക്കുന്നത്? മണവാളൻ വരുന്നു എന്നുള്ളതായ ആ വലിയ പ്രത്യാശയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ അടുത്തതായി സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവാണ്. അത് ഞാൻ നേരത്തെ നിങ്ങളോട് സംസാരിച്ചല്ലോ. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്, മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം. അപ്പോൾ മണവാളനെ എതിരേൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. യഹൂദ വിവാഹങ്ങൾ 3 ഘട്ടമായിട്ടായിരുന്നു നടത്തിയിരുന്നത്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എൻഗേജ്മെന്റ് ആണ്. അതായത് വധുവരന്മാരുടെ പിതാക്കന്മാർ തമ്മിൽ കൂടിയിരുന്ന് അവർ ഈ വിവാഹത്തെക്കുറിച്ചുള്ള ആലോചനകൾ ആലോചിക്കുകയും അവർ വിവാഹ നിശ്ചയം അഥവാ ബെട്രോത്തലിനെ കുറിച്ചും അതുപോലെ തന്നെ വിവാഹ സെറിമണിയെക്കുറിച്ചും മാര്യേജ് ഫംഗ്ഷനെ കുറിച്ചും അവർ വളരെ വ്യക്തമായി സംസാരിച്ച് ഒരു ധാരണയിലെത്തുന്നതാണ് ആദ്യത്തെ എൻഗേജ്മെന്റ് എന്നുള്ള ആ ഒരു ഭാഗം. എന്നാൽ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ബെട്രോത്തലാണ്. അത് വിവാഹ നിശ്ചയം എന്നുള്ളതായ വിഷയമാണ്. അതായത് ഈ വധുവരന്മാരുടെ പിതാക്കന്മാരും മറ്റ് റിലേറ്റീവ്സും, വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ്, വളരെ അടുത്ത ബന്ധുക്കളായ ആളുകൾ ഒന്നിച്ചുകൂടിയിരുന്ന വിവാഹ രേഖകൾ പരസ്പരം കൈമാറുകയും അതേപോലെ തന്നെ വിവാഹ ദിവസത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനം ചെയ്യുന്നതായ ഒരു ദിവസമായിരുന്നു ബെട്രോത്തൽ എന്ന് പറയുന്നത്. കർത്താവ് യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ മാതാപിതാക്കൾ ജോസഫും മറിയയും അവർ ബെട്രോത്തഡ് ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വിവാഹം എന്നുള്ളതാണ്. ഈ ഭാഗത്ത് വിവാഹം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞ വരൻ തൻ്റെ വധുവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി മണവാട്ടിയുടെ അല്ലെങ്കിൽ വധുവിന്റെ ഭവനത്തിലേക്ക് വരുന്നതായ സന്ദർഭം. ആ സന്ദർഭത്തിൽ ഈ മണവാട്ടിക്ക് തോഴിമാരുണ്ട്. അവൾക്ക് അവളെ സഹായിക്കുന്ന, അവളെ ഒരുക്കുന്നതായ, അവൾക്ക് വേണ്ടതായ പരിചരണം കൊടുക്കുന്നതായ കന്യകമാരായ തോഴിമാർ അവിടെയുണ്ട്. അവർ മണവാളൻ വരുന്നു എന്നുള്ളത് ഏത് സമയമെന്ന് അറിയുന്നില്ല. പക്ഷെ അവർ വളരെ പ്രതീക്ഷയോടുകൂടെ അവർ കാത്തിരിക്കും മണവാളന്റെ വരവിന് വേണ്ടി. മണവാട്ടി എപ്പോഴും അവളുടെ ഗ്രഹത്തിൽ തന്നെയായിരിക്കും. എന്നാൽ മണവാളിനെ ആദ്യം എതിരേൽക്കുക എന്നുള്ളത് ആ തോഴിമാരുടെ ഉത്തരവാദിത്തമാണ്.
അപ്പോൾ തോഴിമാർ എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടെ കാത്തിരിക്കും മണവാളന്റെ വരവിന് വേണ്ടി. ഞാൻ ഇതിൻ്റെ ആത്മീയമായ വശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പറയാം. പക്ഷേ ഇങ്ങനെ കാത്തിരിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയേ മതിയാവുകയുള്ളൂ. ആ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ റെഡിനെസ് ആയിരിക്കണം, നമ്മൾ ഒരുക്കമുള്ളവർ ആയിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ആ ഒരുക്കം എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അവർ 10 പേര് വിളക്കെടുത്തുകൊണ്ട് ഇരുന്നവരായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വിളക്കിൻ്റെ ഒരു ആത്മീകമായ അർത്ഥം എന്ന് പറയുന്നത്, വിളക്ക് അതിൻ്റെ പുറം കാണിക്കുന്നത് നമ്മളുടെ ആത്മീയമായ ഒരുക്കത്തെക്കുറിച്ചാണ്. എന്നാൽ അതിൽ ഉപയോഗിക്കുന്ന എണ്ണ കാണിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവും നമ്മുടെ ജീവിതത്തിലുള്ള ആത്മീകമായ അനുഭവങ്ങളും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതേപോലെ തന്നെ ഈ കന്യകമാരെ പോലെ ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് സംസാരിക്കുന്നതാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ പ്രത്യാശ എവിടെയാണ്? നിങ്ങൾ എന്തിലാണ് പ്രത്യാശ വയ്ക്കുന്നത്? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? വിശുദ്ധ വേദപുസ്തക പ്രകാരം നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കേണ്ടത് യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടിയാണ്. ഈ ലോകത്ത് മറ്റേതെങ്കിലും ഭരണകർത്താവ് ഭരണ അധികാരം ഏറ്റെടുക്കുന്നതിനെ കുറിച്ചോ അതേപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങളോ ഒന്നുമല്ല നമുക്ക് ആത്യന്തികമായിട്ടുള്ള പ്രത്യാശയ്ക്ക് കാരണമാകേണ്ടത്. നമ്മുടെ ആത്യന്തികമായ പ്രത്യാശയ്ക്ക് കാരണമാകേണ്ടത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാണ്. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും ഒരുക്കവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഈ വചന ശുശ്രൂഷ നിങ്ങളെ വളരെയധികം സഹായിക്കും. അതുകൊണ്ട് ഇന്നിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് അതിനായി ഒന്ന് പരിശോധിക്കാം. ഞാൻ വാസ്തവത്തിൽ ആ പ്രത്യാശ ഉള്ളവനാണോ? ആ പ്രത്യാശയിൽ നിറയപ്പെട്ടവനാണോ? അല്ലെങ്കിൽ ആ പ്രത്യാശയിൽ നിറയപ്പെടുവാൻ നമ്മൾ ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഇന്നു മുതൽ ഞങ്ങൾ പുതിയ ഒരു ഉപമയിലേക്ക്, ദൈവരാജ്യം സംബന്ധിച്ചുള്ള ഒരു ഉപമയിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവേ, ഈ വചനഭാഗങ്ങൾ ചിന്തിപ്പാൻ ധ്യാനിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ കേട്ടതായ സന്ദേശം കർത്താവേ, ഞങ്ങളുടെ പ്രത്യാശ എന്നുള്ള വിഷയമാണ്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാണ് ഞങ്ങളുടെ ഭാഗ്യകരമായ പ്രത്യാശ. യേശുക്രിസ്തുവിൻ്റെ വരവ് സംഭവിക്കുമ്പോൾ ഞങ്ങളുടെ അവസ്ഥകൾ മാറുമെന്നും ഞങ്ങൾ കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത വീട്ടിൽ ചെല്ലുമെന്നുള്ള ആ ഒരു വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകാനും അതിനനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളേവരെ സഹായിക്കണമേ. ഈ വചനം കേട്ടേവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൾ.